പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളുടെ സുരേഷ് പെരുങ്ങള്ളൂരാണ്. മലയോര നാട് ടി വിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോഴുള്ളത് ആയൂർ ജംഗ്ഷനിലാണ്. പഞ്ചായത്തിൻ്റെ ഭരണം മാറിയിട്ടും ആയൂർ ജംഗ്ഷനിലെ ഇടമളയ്ക്കൽ പഞ്ചായത്തിൻ്റെ ഹൃദയഭാഗമായ ആയൂർ പട്ടണത്തിലെ ഗതികേടാണ് നമ്മൾ കാണുന്നത്. റോഡിൻ്റെ നടുഭാഗം വെട്ടിപ്പൊളിച്ച് കുളമാക്കിയിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. വർഷങ്ങളാവുകയാണ്. ഇവിടെ പലരും ബൈക്ക് യാത്രക്കാർ ഇവിടെ വന്ന് വീഴുന്ന കാഴ്ച, ഇവിടെ നിൽക്കുന്ന പോലീസുകാർക്ക് അവരെ പിടിച്ചെഴുന്നേൽപ്പിച്ച് വിടുന്ന പണി, ഇതൊക്കെയാണ് ആയൂരിൽ നടക്കുന്നത്. ആയൂർ പട്ടണത്തിൻ്റെ ഗതികേടാണ്. ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെ ഹൃദയഭാഗമാണ്. അവർക്ക് മുൻപിരുന്ന ഭരണസമിതിയും ഇതിൻ്റെ വാർത്തകൾ കൊടുത്തിട്ട് ഇതിനെപ്പറ്റി നടപടികൾ എടുത്തിട്ടില്ല. ഇപ്പോൾ പുതിയ ഭരണസമിതി വന്നു, അവരും ഇതിനെപ്പറ്റി നടപടിയെടുക്കാത്ത ഒരു അവസ്ഥയാണുള്ളത്. ആയൂർ പട്ടണത്തിൽ അപകടങ്ങളുടെ പെരുമഴയായി മാറുകയാണ്. ആരാണ് ഇതിന് ഉത്തരവാദി? ഈ റോഡ് ഇങ്ങനെ വെട്ടിപ്പൊളിച്ച്, സ്റ്റേറ്റ് ഹൈവേ ആണ്, ഈ സ്റ്റേറ്റ് ഹൈവേ ഇങ്ങനെ വെട്ടിപ്പൊളിച്ച് ഈ രീതിയിലാക്കി ഇട്ടിരിക്കുകയാണ്. ഇവിടെ മറിഞ്ഞു വീഴുന്ന ആളുകൾ, ബൈക്ക് യാത്രക്കാർ നിരന്തരം മറിഞ്ഞു വീഴുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. ഇതിന് മാറ്റമുണ്ടാകണമെന്ന് പല പ്രാവശ്യം മലയോര നാട് ടി വി ആവശ്യപ്പെട്ടിട്ടും ഈ ഭരണസമിതിക്കാർ ഇതുവരെ ഇതിന് നടപടികൾ എടുത്തിട്ടില്ല. ഇത് നടപടിയെടുക്കണം. ആരെങ്കിലും ഇവിടെ മരിക്കാനിടയായാൽ അതിന് ഉത്തരവാദിത്തം ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്തിനും കൂടി ഉണ്ടെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ നിൽക്കുന്ന പോലീസുകാർ അവരുടെ ഡ്യൂട്ടി ഇവിടെ മറിഞ്ഞു വീഴുന്നവരെ പിടിച്ചെഴുന്നേൽപ്പിച്ച് വിടുന്നതാണ്. ഒരു ഗുണമുണ്ടായിട്ടുണ്ട്. പഞ്ചായത്തിൻ്റെ ആണോ പോലീസിൻ്റെ ആണോ ഒരു ബോർഡ് ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിച്ചിട്ടുണ്ട്. റോഡ് ക്ലോസ് ചെയ്തിരിക്കുന്നു, പണി നടക്കുന്നു എന്ന് പറഞ്ഞൊരു ബോർഡ് ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കാര്യമില്ല. ആളുകൾ മരണപ്പെട്ടു പോയാൽ മറിഞ്ഞു വീഴുന്നവരുടെ മുകളിലേക്ക് അടുത്ത വാഹനം വന്ന് കയറി ഇവിടെ ഒരു മരണമുണ്ടായാൽ ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്തിനും അതിൽ ഉത്തരവാദിത്തം ഉണ്ടായിരിക്കുമെന്ന് മലയോര നാട് ടി വി അറിയിക്കുകയാണ്. പുനലൂർ തിരുവനന്തപുരം റോഡ്, കൊട്ടാരക്കര തിരുവനന്തപുരം റോഡ്, കൊല്ലം കുളത്തൂപ്പുഴ റോഡ്, അങ്ങനെ നിരവധി റോഡുകൾ, 4 റോഡുകൾ വന്ന് സംഗമിക്കുന്ന നാൽക്കവലയായ ആയൂർ ജംഗ്ഷനിലെ അവസ്ഥയാണിത്. ഒരു വാഹനത്തിന് പോലും നേരായ രീതിയിൽ ഇവിടെ തിരിഞ്ഞു പോകാൻ ആവാത്ത ഒരു അവസ്ഥയാണുള്ളത്. അതിനോടൊപ്പം തന്നെ ട്രാഫിക് സംവിധാനത്തിൽ സിഗ്നൽ ചെയ്തിരിക്കുന്നത് അഞ്ചലായൂർ റോഡിൽ 14 സെക്കൻഡും കൊല്ലം ആയൂർ റോഡിൽ 14 സെക്കൻഡുമാണ്. ഇത് വാഹനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. സെക്കൻഡുകൾ കഴിയുന്നതിന് മുമ്പ് തന്നെ ഒരു വാഹനം എടുത്താൽ ആ വാഹനം റോഡ് ക്രോസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ 14 സെക്കൻഡ് കടന്നു പോവുകയും മറ്റുള്ള വാഹനങ്ങൾ ചീറിപ്പാഞ്ഞ് വരികയും ചെയ്യുന്ന ഒരവസ്ഥ കൂടി ആയൂർ ജംഗ്ഷനിലുണ്ട്. ഇതിനൊക്കെ ഒരു മാറ്റമുണ്ടാകണമെന്ന് മലയോര നാട് ടി വി ആവശ്യപ്പെടുകയാണ്.
അഞ്ചൽ റോഡിലേക്ക് കയറുന്ന ഈ ഭാഗത്ത് ഒരു വലിയ കുഴിയുണ്ട്. ഈ കുഴിയിലാണ് നിരന്തരം വാഹനങ്ങൾ വന്ന് വീഴുന്നത്. ഇവിടെ വാഹനങ്ങൾ വന്ന് വീണ് പലരും കയ്യും കാലും ഒടിയുന്ന അവസ്ഥയാണുള്ള നിലവിലുള്ളത്. ഇതിനൊക്കെ ഒരു മാറ്റമുണ്ടാക്കാൻ ഇനി എന്നാണ് കഴിയുക? ഈ നാട്ടുകാർ ഇനി ആരോടാണ് പറയേണ്ടത്? ഇതൊക്കെയാണ് ഇനി നമുക്കറിയേണ്ട കാര്യങ്ങൾ. ഈ നാട്ടിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണെങ്കിൽ എല്ലാവരും വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമായി മാറിയിരിക്കുകയാണ്. വാഹനങ്ങൾ വന്ന് ചാടി ഈ കുഴിയിൽ വന്ന് ചാടിയിട്ടാണ് കടന്നു പോകുന്നത്.